ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു വെബ്സൈറ്റുമായിട്ടാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്ത വെബ്സൈറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് പേയ്മെൻറ്റ് പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യേണ്ടത്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്ന ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇപ്പം ഫ്രീസിലി ഡോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെർച്ച് ബാറിൽ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ അവിടെ എന്തോന്ന് വെച്ചാൽ tumbamobile.com എന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് എല്ലാം ഫസ്റ്റ് തന്നെ സ്മാൾ ലെറ്ററിലാണ് തുടങ്ങുന്നത്. TUMPA, പിന്നെ നിങ്ങൾ mobile.in അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളത് അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ മൊബൈലിൽ നിന്ന് അടിച്ചിട്ട് ജസ്റ്റ് .in ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അപ്പം വരും. ഫസ്റ്റ് എന്നിട്ട് നിങ്ങൾ ഗോ എന്നുള്ളിടത്ത് കൊടുക്കുക. സെർച്ച് ആണെങ്കിൽ സെർച്ച് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെർച്ച് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും. അത് നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് ഒരു 20 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ സൈൻ അപ്പ് ബോണസ് കിട്ടാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കുന്ന ആ ലിങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സൈൻ അപ്പ് ബോണസ് ആയിട്ടുള്ള 20 കിട്ടൂ. അതിനായിട്ട് നിങ്ങൾ സൈൻ അപ്പ് ബോണസ് കിട്ടുന്നതിനായിട്ട് സൈൻ അപ്പ് ബോണസ് ഗിറ്റ് 20 എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൈൻ അപ്പ് നൗ ഗിറ്റ് 20 rupees എന്ന് കാണാൻ പറയാം. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡിവൈസിലെ ജിമെയിലുകളെല്ലാം ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജിമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യാൻ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ പേര് എന്തെന്ന് വെച്ചാൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ചാനലിൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേര് എന്തോന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ലെറ്റേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലെറ്റേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റൂ, നമ്പേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫോറെന്നുള്ള അടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് ഫൺ കേരള എന്ന് അടിച്ചു വിടുകയാണ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ല കൊടുക്കണം, നിങ്ങളുടെ പേടിഎം നമ്പർ തന്നെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൽ പേടിഎം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പേയ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേടിഎം നമ്പർ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. അത് നിങ്ങളുടെ സിറ്റി സെലക്ട് ചെയ്യാനായിട്ട് വരും. അത് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ വരും. അവിടെ നിങ്ങൾ കേരള എന്ന് കൊടുത്താൽ മതി. കേരള എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്യാൻ കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ 18 വയസ്സ് വരുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ചെയ്യാതെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ, അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ ധാരാളം ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസ് എല്ലാം പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ടാമതായിട്ട് ഗെയിംസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് ഇവിടെ കാണാൻ പറ്റും. ഈ ഓരോ ഗെയിംസും നിങ്ങൾ പ്ലേ ചെയ്ത് നിങ്ങൾ അതിൽ വിൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പൈസ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലക്കി പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അവിടുത്തെ മണി ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഓരോ ഷോ കൂപ്പൺ കോഡ് എന്ന് ഓരോ ഭാഗങ്ങളായിട്ട് ഫസ്റ്റ് സെക്കൻഡ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തു ഷോ കൂപ്പൺ കോഡ് എന്നുള്ളിടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കൂപ്പൺ കോഡ് കാണാനായിട്ട് നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കൂപ്പൺ കോഡ് ഇവിടെ ലോഡ് ആവുന്നതായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ്, അപ്പോൾ നിങ്ങളുടെ കോഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ എന്തുകൊണ്ട് കോപ്പി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ കോഡൊന്ന് നിങ്ങളവിടെ കോപ്പി ചെയ്യുക. ആ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്ന് ലക്കി സ്പോട്ട്സ് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഡിന് കൊടുത്ത കൂപ്പണിൻ്റെ കോഡ് വെച്ച് നിങ്ങൾക്ക് എത്രയെങ്കിലും പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് നിങ്ങൾക്ക് പിന്നീട് പേടിഎം ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ
കണ്ടോ നമ്മുടെ കൂപ്പൺ കോഡ് ഇവിടെ ലോഡാവുന്നുണ്ട്. നിങ്ങൾ വേണ്ട ലക്കി പോയിന്റ് എന്നുള്ളത് വരിക. അതിനുശേഷം എൻട്രി കോഡെന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഈ ഒരു കോഡ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാണിച്ചു തരാം. പേസ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നിങ്ങൾക്ക് ആ കൊടുത്തതിൻ്റെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ വാലറ്റിലേക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും യുവർ റാങ്ക് എന്ന് പറഞ്ഞിട്ട് 794 കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് പേടിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലക്കി സ്പോട്ടും അതേപോലെ തന്നെ ഗെയിം കളിച്ചും അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് മണി ഏൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് 5 രൂപയാണ് കിട്ടുന്നത്. ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റെഫർ ആൻഡ് ഏൺ ഗെറ്റ് 5 എന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ പറ്റും ഷെയർ ടു വാട്സപ്പ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വാട്സപ്പ് വഴിയായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് റെഫർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് 5 രൂപയാണ് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ. അത് നിങ്ങളിത് ഫേക്ക് റെഫറൽ ചെയ്യുന്നെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും എല്ലാവരും ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് സൈൻ അപ്പ് ചെയ്യുക. ഈ ഒരു കമ്പനിക്കാരെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് എമൗണ്ടാണ് ഇതിനായിട്ട് മുടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ലൈഫായിട്ട് നിൽക്കും. അതായത് നിങ്ങൾക്ക് ഇത് കുറേ നാൾ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ തന്നെ സൈൻ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഇതുവരെ ജസ്റ്റ് സമയം കിട്ടുമ്പോൾ ഗെയിം കളിച്ചാലും ഇതേപോലെ ലക്കി സ്പോട്ട് യൂസ് ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ഏറ്റവും കുറഞ്ഞത് 300 രൂപയെങ്കിലും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.